ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കൊരു പുതിയ കഥയുമായി സുട്ടു വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും ദേഷ്യത്തിനുള്ള മരുന്നുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരിക്കൽ കാട്ടിലെ രാജാവായ സിംഹം കലശലായ കോപം മൂലം കഷ്ടത്തിലായി. ആവശ്യത്തിനും അനാവശ്യത്തിനും രാജാവിന് കോപം വരുന്നു. കാട്ടിലെ രാജാവായ സിംഹം തന്റെ മന്ത്രിയും ഡോക്ടറുമായ കുറുക്കനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, രാജാവായ എനിക്ക് എപ്പോഴും ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ ഞാൻ എല്ലാവരെയും കുറെ വഴക്കു പറയും. പിന്നീട് അവരെ വഴക്കു പറഞ്ഞതോർത്ത് ഞാൻ ദുഃഖിക്കും. ഈ സ്വഭാവം ഒന്ന് മാറ്റാൻ എന്താണൊരു മരുന്ന്? ഇത് കേട്ട് മന്ത്രിയായ കുറുക്കൻ പറഞ്ഞു, രാജാവേ, ഇതിന് മരുന്നൊന്നും എന്റെ കൈവശമില്ല. പക്ഷേ ഒരു സൂത്രമുണ്ട് എന്റെ കയ്യിൽ. അത് ചൊല്ലിയാൽ മതി. എന്താണോ ആ സൂത്രം? എനിക്ക് പറഞ്ഞു തരൂ. കുറുക്കൻ പറഞ്ഞു, അങ്ങേക്ക് ദേഷ്യം വരുമ്പോൾ 1 മുതൽ 10 വരെ എണ്ണുക. ഇത് കേട്ടപ്പോൾ സിംഹത്തിന് കുറുക്കനോട് പുച്ഛം തോന്നി. മാത്രമല്ല ഉടനെ ദേഷ്യവും തോന്നി. ആരവിടെ? ഇവനെ ഉടനെ കൊണ്ടുപോയി തല്ലിക്കൊല്ലൂ എന്നിങ്ങനെ പറയുവാനാണ് മനസ്സിൽ തോന്നിയത്. പക്ഷെ വൈദ്യനായ കുറുക്കനെ അങ്ങനെ കൊന്നാൽ പിന്നീട് ഞാൻ വിഷമിക്കേണ്ടി വരും. അതിനാൽ സിംഹരാജാവ് മന്ത്രിയായ കുറുക്കൻ പറഞ്ഞതുപോലെ 1 മുതൽ 10 വരെ മനസ്സിൽ എണ്ണി. അത്ഭുതമെന്ന് പറയട്ടെ, സിംഹത്തിന്റെ ദേഷ്യം പെട്ടെന്ന് മനസ്സിൽ നിന്ന് വിട്ടുപോയി. അതിനുശേഷം കോപം വരുമ്പോഴെല്ലാം സിംഹം 10 വരെ എണ്ണുന്നത് പതിവാക്കി. സിംഹരാജാവിന്റെ കോപ സ്വഭാവം അങ്ങനെ ഇല്ലാതായി. അതിന്റെ സന്തോഷം കൊണ്ട് രാജാവ് മന്ത്രിയായ കുറുക്കന് ഒരു സമ്മാനവും നൽകി. കുറുക്കന് വളരെ സന്തോഷമായി. ഈ കഥയിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത് കൂട്ടുകാരെ? മറ്റുള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നാം അത് അനുസരിക്കാൻ പഠിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് സുട്ടു ഈ കഥ നിർത്തുന്നു. ഇനി അടുത്ത കഥയുമായി സുട്ടു വീണ്ടും വരുന്നതാണ്. ബൈ.